ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായതിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയാണെങ്കിൽ ആകെ വിറച്ച് നിൽക്കുക. കാരണം CI ഇദ്ദേഹമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടിച്ച് കടന്നു പുറത്ത് എന്നിങ്ങനെ ഗെറ്റ് ഔട്ട് അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭൂമി പേടിച്ച് ഭൂമിയുടെ ചായ മുഴുവനും നേരെ ഈ CI സാറിൻ്റെ മേത്തേക്ക് അങ്ങോട്ട് വീഴുകയാണ്. ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്കാണെങ്കിൽ ആകെ കാലി വന്നിട്ട് രക്ഷയില്ല. ഇറങ്ങിപ്പോ, അയ്യോ സോറി സാർ എന്ന് പറഞ്ഞെങ്കിലും പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ഇദ്ദേഹം തയ്യാറായില്ല. ഇദ്ദേഹം ഭൂമിയെ ആട്ടി പുറത്താക്കുക. അങ്ങനെ ഭൂമി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ള പോലീസുകാരെല്ലാം എന്താ ഭൂമി ദേ പുലിയെ എലിയാക്കിയോ എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ശവത്തിൽ കുത്തല്ലേ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ്സുകളെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. സാറ് നല്ല പണി കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഭൂമി നാണം കെട്ടതേ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്, അയ്യോ പാവം കുട്ടി എന്നിങ്ങനെ പോലീസുകാരൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ്. അപ്പം മുത്തശ്ശിയുടെ മോളും കൂടി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ആ കല്യാണം അങ്ങോട്ട് നടത്തണമെന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് മുത്തശ്ശിയുടെ മകൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ മകനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീ വന്ന, പക്ഷേ മകനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റി? അല്ല ഞാനേ ഹരിയെ കണ്ടായിരുന്നു. കണ്ടായിരുന്നോ? എന്നിട്ട് അതിനുള്ള ഉപദേശങ്ങളെല്ലാം കൊടുത്തോ? അപ്പോൾ അതിന് ഉപദേശങ്ങളെല്ലാം കൊടുത്തു, എന്നാലും മനസ്സിനൊരു സമാധാനം ഇല്ല അമ്മേ. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുന്നു. പക്ഷേ എൻ്റെ മകൻ അതെ പഴയ മകനല്ല, അവൻ്റെ സ്വഭാവങ്ങളെല്ലാം മാറി. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിനും ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് അമ്മയും പറയുകയാണ്. അപ്പോൾ ദാ വരുന്നു ഭാമ. അപ്പോൾ ഭാമ വന്നിട്ട് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ചൂടായി കയറുകയാണ്. കാരണം നമ്മുടെ CI സാറിൻ്റെ അമ്മാവനാണല്ലോ. അപ്പം അമ്മാവനെ മാതൃക ആക്കണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണല്ലോ CI സാറ്. പക്ഷേ എല്ലാവർക്കും സന്തോഷ സമാധാനമൊക്കെ കൊടുത്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തന്നത്, ഈ വല്യമ്മാവൻ തന്നത് വളരെ ദുഃഖമായ കാര്യമാണ്. അതിനുദാഹരണമുണ്ട്. ഞാനിപ്പോൾ വിധവയായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? എൻ്റെ ഭർത്താവിനെ കൊന്നത് ആരാണ്, എങ്ങനെ മരിച്ചു അദ്ദേഹം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിൽ തന്നെ സംസാരിക്കാം. അങ്ങനെയല്ല സംസാരിച്ചിട്ട് ഈ ഭാമ നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഈ വല്യമ്മാവനാണെങ്കിൽ ആകെ സങ്കടം തോന്നി. അമ്മേ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ കാരണമാണോ എൻ്റെ അനിയനെ ഞാൻ കൊല്ലുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ അറിയാം, സത്യങ്ങളെല്ലാം അറിയാം, പക്ഷെ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. പരിഹാരം? എന്ത് പരിഹാരം? അതായത് ഭാമയുടെ മകളെ കൊണ്ട് ഹരിയെ കല്യാണം കഴിപ്പിക്കണം. അപ്പോൾ ആ പ്രശ്നങ്ങൾ തീർന്നല്ലോ. അപ്പോൾ അവൾക്കും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അതിന് ഹരി ഈ കല്യാണത്തിന് സമ്മതിക്കോ? അവനെന്താ സമ്മതിക്കാത്തത്? അവളെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ നല്ല കുട്ടിയല്ലേ. ഞാനല്ലെങ്കിൽ നേരത്തെ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുറപ്പണിൽ ഏതെങ്കിലും ഒരു മുറപ്പണിനെ നീ കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിൻ്റെ മകൾ എവിടെയാണെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യാനാണ്? അതെ അമ്മേ, എൻ്റെ മകളും ഭാര്യയും എവിടെയാണെന്ന് അറിയില്ല. എൻ്റെ ഭാര്യ എന്നെ ജീവന് തുല്യം സ്നേഹിച്ചാണ്. ആ ഭാര്യ എന്നെ എങ്ങോട്ട് പോയി, എന്നിട്ടിട്ട് എങ്ങോട്ട് പോയി എന്നൊക്കെ ഈ അമ്മാവനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭാര്യയെയും കുഞ്ഞിനെയും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ കാണിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ സന്തോഷിച്ച് ജീവിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നാണിപ്പോൾ എല്ലാവരുടെയും കണക്കുകൂട്ടൽ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ്, എന്തുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെടേണ്ട, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടെ ഞാൻ ഇനി പിന്നോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭൂമിയാണ്. അപ്പോൾ ഭൂമി വന്ന് അച്ഛൻ്റെ അമ്മയുടെ നടുക്ക് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അതെ, ഇന്ന് ഞാൻ നിങ്ങൾ രണ്ടുപേരുടെ നടുക്ക് കിടന്നാ ഉറങ്ങാനായിട്ട് പോകുന്നത്. അയ്യേ നീയേ ആന പോലെ വലുതായല്ലോ, എന്നിട്ട് കുട്ടിക്കളി മാറിയിട്ടില്ലേ? എപ്പോഴും പോത്തുപോലെ വലുതായെന്നൊക്കെയാണല്ലോ പറയുന്നത്, ഇന്നെന്താ ആന പോലെയെന്ന്? എന്തായാലും ഞാൻ കിടന്നുറങ്ങാൻ പോവാ. മോളെ നീ കിടന്നുറങ്ങിക്കോ. അതെ എൻ്റെ കാലിന് ഭയങ്കര വേദന. അയ്യോ കാലിന് വേദനയോ? എവിടെയാ? ഏത് കാലിന് വേദന? ദേ ഇവിടെയാ അച്ഛാ. എങ്കിലേ മോള് കിടന്നേ. അങ്ങനെ കുഴമ്പെടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛൻ കാലൊന്ന് തിരുമ്മി കൊടുക്കുക. കാലെല്ലാം തിരുമ്മി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ ആ പഴയ കഥ തന്നെ പറഞ്ഞച്ചാ, ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ. അങ്ങനെ അച്ഛൻ ആ കഥ പറയാനായിട്ട് തുടങ്ങാം. അച്ഛനെ പണ്ട് ഈ നാടകം കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു അമ്പലപ്പറമ്പിൽ നാടകം തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ നാടകം കാണാനായിട്ട് പോയി. ആ സമയത്താണ് മോളുടെ അമ്മ ആ നാടകശാലയിലേക്ക് കയറി വന്നത്. ഒരു അത്യുഗ്രൻ നാടകമായിരുന്നു മോളുടെ അമ്മ ചെയ്തത്. സുഖമില്ലാതെ കിടക്കുന്ന ഭർത്താവ്, ആ ഭർത്താവിനെ സംരക്ഷിക്കുന്ന ഭാര്യ, അത്യുഗ്രൻ പ്രകടനം എന്ന് പറഞ്ഞ അത്യുഗ്ര പ്രകടനം തന്നെയായിരുന്നു മോളുടെ അമ്മയുടെ. അങ്ങനെയാണ് അമ്മയെ ഞാൻ പരിചയപ്പെടാനുള്ള ആദ്യ കാരണം. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായി. അങ്ങനെ ഈ അദ്ദേഹം ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കഥ പറയുന്നതിൻ്റെ ഇടയ്ക്കും മറ്റൊരു സംഭവം കൂടി ഇദ്ദേഹം ആലോചിക്കുകയാണ്. കാരണം അന്ന്
നാടകമെല്ലാം കഴിഞ്ഞ് ആ വണ്ടിയായിട്ട് വരുന്ന സമയത്ത് ഒരു കുഞ്ഞ് ഒറ്റക്ക് നടന്നു പോകുന്നതും ആ കുഞ്ഞിനെ നമ്മുടെ ഭൂമിയുടെ അച്ഛൻ കണ്ടില്ല താനും. അങ്ങനെ ആ കുഞ്ഞിനെ വണ്ടി ഇടിക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ ആ കുഞ്ഞ് ബോധം കെട്ട് വീഴുകയാണ്. ഇദ്ദേഹം കുഞ്ഞിനെ കണ്ട് ആകെ പേടിച്ച് വരച്ച് ആ കുഞ്ഞിനെയും കൊണ്ട് എടുത്തുകൊണ്ട് പോകുന്ന സീനുകളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ് അത് ഭൂമി തന്നെയായിരുന്നു. അങ്ങനെ ഭൂമിയുടെ സ്വന്തം അച്ഛനമ്മയല്ല ഇവർ രണ്ടുപേരും. അങ്ങനെ ഭൂമിയെ ഇങ്ങനൊരു അപകടത്തിൽ നിന്ന് കണ്ടെത്തിയതാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ ആ ഒരു കഥയെല്ലാം ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ ഭൂമിയുടെ അച്ഛൻ. പിറ്റേ ദിവസം രാവിലെ ആകുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ അമ്മ അടുക്കളയിൽ കയറി ഓരോ പാചകങ്ങളും ചെയ്യുകയാണ്. അപ്പോഴാണ് ഭൂമി പെട്ടെന്ന് കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ തൻ്റെ കാൽച്ചോട്ടി തന്നെ നിൽക്കുക. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഭൂമി ഞെട്ടിപ്പോയി. അച്ഛാ, ഇതെന്താ അച്ഛാ, അച്ഛൻ ഉറങ്ങിയില്ലായിരുന്നോ? അത് പിന്നെ അച്ഛൻ ഉറങ്ങിയായിരുന്നു മോളെ. അച്ഛൻ ഉറങ്ങിയായിരുന്നു? ഇല്ല, അച്ഛൻ ഉറങ്ങിയിട്ടില്ലല്ലോ. അച്ഛൻ എൻ്റെ കാൽച്ചോട്ടി തന്നെ ഇരിക്കുകയാണോ? ഇതെന്താ അച്ഛൻ ഉറക്കമൊന്നും വരുന്നില്ലേ? മോളുടെ കാല് വേദനയാണെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് അച്ഛൻ ഇവിടെ ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ. കാല് വേദനയെന്നോ? അച്ഛൻ എന്ത് പരിപാടിയാണ് അച്ഛൻ കാണിച്ചത്? അതിന് കാലുവേദന ഞാൻ ഉറങ്ങിയപ്പോൾ പോയില്ലേ, പിന്നെ എന്തിനാ അച്ഛൻ വീണ്ടും വീണ്ടും ഈ കാൽ തിരുമ്മിക്കൊണ്ടിരിക്കുന്നത്? അല്ല, പിന്നീടേ ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മോൾക്ക് കാല് വേദനിച്ച് ചാടി എണീറ്റാലോ, അതുകൊണ്ട് അച്ഛൻ പേടിച്ചിട്ടാ ഇവിടെ തന്നെ ഇരുന്നത്. ഇത് കേട്ട ഭൂമിക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല. ഭൂമി അവിടെ നിന്ന് ചാടി എണീറ്റ് ആകെ സങ്കടപ്പെട്ടിരുന്ന് കരയാണ്. അയ്യോ, എൻ്റെ മോളിരുന്ന് കരയാണോ? അച്ഛാ, എന്തിനച്ഛാ? അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഇങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അച്ഛന് തരാനായിട്ട് ഈ മോളുടെ കയ്യിൽ ഒന്നുമില്ല അച്ഛാ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഈ മോളുടെ സ്നേഹം ഉണ്ടല്ലോ അച്ഛന്, അത് മതി എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഇവർ കരയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ മുത്തശ്ശിയാണ്. അപ്പം മുത്തശ്ശിയുടെ മകളും കൂടി പൂജാ റൂമിൽ കയറി ഇങ്ങനെ പൂജയൊക്കെ ചെയ്യാം. ആ സമയത്താണ് വരുന്ന ബാമ. ബാമയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ബാമ നീ ഇങ്ങോട്ട് വന്നേ, ഈ വിളക്കൊന്ന് കത്തിച്ചേ, ഇന്ന് നീയാണ് വിളക്ക് കത്തിക്കേണ്ടത്. ഒരു ബാമ വന്ന് വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും, അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നിന്റെ സങ്കടങ്ങളെല്ലാം തീരാനായിട്ട് പോവാണ്. നിന്റെ മോളെ കൊണ്ട് ഹരിയെ കല്യാണം കഴിപ്പിക്കാൻ പോവാണ്. തീർച്ചയായിട്ടും ഹരി അതിന് സമ്മതിക്കാനായിട്ട് പോകുന്നില്ലല്ലോ. ഈ മുത്തശ്ശി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിന് സമ്മതം മൂളും. അവൾക്ക് എന്താ കുഴപ്പം? ഹരിയുടെ മനസ്സിൽ വേറെ ആരും ഇല്ലല്ലോ, അവളായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല, പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാലും അമ്മേ, ഹരി അതിന് സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിക്കും. ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട് എനിക്കിത് ചെയ്യാനേ പറ്റുള്ളൂ, വേറൊന്നിനും എനിക്ക് സാധിക്കില്ല എന്നൊക്കെ മുത്തശ്ശി പറയാം. അങ്ങനെ മുത്തശ്ശി അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാമയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ബാമ അങ്ങോട്ട് പോയി കഴിഞ്ഞ് ബാമ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, എൻ്റെ മകളെ അവൻ കല്യാണം കഴിച്ച് കൊണ്ടുവരാൻ നേരത്ത് എനിക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. ഈ കുടുംബം ഞാൻ കുളം തോണ്ടും, ഈ കുടുംബം ഞാൻ പിടിച്ചെടുക്കും, പിന്നെ എല്ലാവരും എൻ്റെ കാൽച്ചുവട്ടിലായിരിക്കും. ഇതാണ് എൻ്റെ മനസ്സിലെ ലക്ഷ്യം എന്ന് ഭയങ്കര ക്രൂരമായിട്ട് തന്നെ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭൂമിയും അമ്മയും കൂടി ഇരുന്ന ചായക്കടയിൽ ഒരേ പരിപാടികളാണ്. അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ചായ വേണ്ടവർക്കൊക്കെ കൊടുക്കട്ടോ, എനിക്കൊരു പരാതി എഴുതാനുണ്ട്. അതൊക്കെ ഞാൻ ചെയ്തോളാന്നേ. ശരി എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചിമാരെ വാ, ചേച്ചിമാർക്ക് എന്താ പരാതി എന്ന് പറഞ്ഞേ. അങ്ങനെ ആ പരാതിയൊക്കെ പറയാം. ഇങ്ങനെ പരാതിയെല്ലാം പറഞ്ഞ് ഭൂമി പരാതിയെല്ലാം എഴുതിയെടുക്കുന്ന സമയത്താണ് വരുന്നു നമ്മുടെ CI സാറ്. അപ്പോൾ CI സാറ് നേരെ അങ്ങോട്ട് വന്നതും ഈ ചായക്കടയുടെ മേളിലായിട്ട് പോലീസ് സ്റ്റേഷൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും CI സാറിന് കലി വരിക. CI സാറ് നേരെ ഭൂമിയുടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതെ, അയ്യോ സാറേ, എന്താ സാറേ ഇങ്ങോട്ട് വന്നത്? സാറേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നില്ലേ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തരുമായിരുന്നല്ലോ. ഇതിന് ലൈസൻസ് ഉള്ളതാണോ? അതെ, ലൈസൻസ് ഉള്ളതാണ്. ഇതിൻ്റെ ലൈസൻസി ആരാണ്? എൻ്റെ മോളാണ്. എങ്കിൽ മോളെ ഇങ്ങോട്ട് വിളിച്ചണ്ടേ എന്ന് പറയാം. അപ്പോൾ ഈ അമ്മ ഓടി ചെന്നിട്ട്, ഭൂമി ദേ CI സാർ വിളിക്കുന്നു. പക്ഷേ എന്താ അമ്മ പരാതി എഴുതാനും സമ്മതിക്കില്ല, നീ അങ്ങോട്ട് ചെല്ല്, CI സാർ വിളിക്കുന്നത് പറഞ്ഞില്ലേ. അങ്ങനെ ഭൂമി നേരെ CI സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ സാറേ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇങ്ങോട്ട് വാ, എന്താ അതൊന്ന് വായിച്ചേ. അയ്യോ എന്താ സാറേ, സാറിന് വായിക്കാമല്ലോ. എന്താ സാറിന് വായിക്കാറിയില്ലേ? സാറിന് വായിക്കാറിയില്ലെങ്കിൽ ഞാൻ വായിക്കാം. പോലീസ് സ്റ്റേഷൻ, അതും മനസ്സിലായി. അപ്പം അതെന്താണ്? അത് ചന്തയോ? അയ്യോ സാറേ, സാറിനെക്കുറിച്ച് എനിക്കറിയില്ല, പക്ഷേ ഇത്രയും നാളും അതിലുള്ള ആൾക്കാരൊന്നും ചന്തയല്ലായിരുന്നു. പിന്നെ എന്താണെന്ന് എനിക്ക് കൂടുതൽ അറിയില്ല. കൂടുതലേ ഓവർ സ്മാർട്ട് ആകരുത്. ഞാൻ ചോദിക്കാനുള്ള മറുപടി പറഞ്ഞാൽ മതി. ഈ പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ് എടുത്ത് മാറ്റിക്കൊള്ളണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, സാർ എന്തിനാണ് സാർ ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ് എടുത്ത് മാറ്റുന്നത്? അതെ, അതാണ് പോലീസ് സ്റ്റേഷൻ, ഇത് ചായക്കടയാ, അല്ലാതെ ഇത് പോലീസ് സ്റ്റേഷനല്ല. സാർ അത് പോലീസ് സ്റ്റേഷനാണെന്ന് എനിക്കറിയാം. ആ പോലീസ് സ്റ്റേഷനിലെ വഴികാട്ടിയാണ് ഞാൻ ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ആ ബോർഡിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഒരു ആരോ മാർക്കും കൂടി ഈ ഭൂമി കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ പറഞ്ഞാൽ പറ്റില്ല. ആ ബോർഡ് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞാൽ മാറ്റണം. ഇല്ല സാർ,
ആ ബോർഡ് എടുത്ത് മാറ്റാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ നിന്റെ അഹങ്കാരം ഒന്ന് തീർത്തു തരാനായിട്ട് എനിക്കറിയാം. ഓ, സാറും അഹങ്കാരത്തിൻ്റെ ഭാഷയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സാറ് ആദ്യം മാന്യമായിട്ട് സംസാരിക്കുക. എന്നോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ രീതിയിലേ സാറിനോട് ഞാൻ സംസാരിക്കത്തുള്ളൂ. അപ്പം നിന്റെ അഹങ്കാരം ഞാൻ തീർത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് CA സാർ നേരെ അകത്തേക്ക് കയറി ചെല്ലുക. അതേ കയറി ചെന്നിട്ട് ആ പെണ്ണവിടെ പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ് എടുത്ത് വെച്ചിട്ടില്ലേ, അതിപ്പം തന്നെ എടുത്ത് മാറ്റിക്കൊള്ളാം. മനസ്സിലായല്ലോ? ആ ശരി സാർ. അപ്പോഴേക്കും ഈ ഭൂമിയുടെ അമ്മ വന്നിട്ട് പറയണം, നീ എന്ത് പരിപാടി കാണിച്ചത്? നീ അദ്ദേഹത്തോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. പിന്നെ എങ്ങനെയല്ലാതെ അദ്ദേഹത്തിന് മാന്യമായിട്ട് സംസാരിക്കായിരുന്നില്ലേ? എന്നോട് മാന്യതകേട് കാണിച്ചു കൊണ്ടിട്ടാണ് ഞാനും അങ്ങോട്ട് സംസാരിച്ചത്. അത് അവരുടെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ് നമ്മൾ ചായക്കട ഇട്ടിരിക്കുന്നത്. നമ്മളതിന് ലൈസൻസൊക്കെ എടുത്തിട്ടുള്ളതാണല്ലോ. പിന്നെന്താ പേടിക്കാനുള്ളത്? ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിനി ഇവിടെ നിന്ന് കെട്ടും കിടക്കി എടുത്തുകൊണ്ട് പോകേണ്ടി വരുമോ എന്നാണ് എനിക്ക് പേടി. അമ്മ ഇങ്ങനെ പേടിച്ച് ശരിയാകും അമ്മേ. പിന്നെ എങ്ങനെയാ? അപ്പോഴേക്കും ദേ കുറേ പോലീസ് കൂട്ടങ്ങൾ വരികയാണ്. എന്താണ്? പോലീസ് പടകളെല്ലാം ഇങ്ങോട്ടുണ്ടല്ലോ. അതെ ഭൂമി, ഒന്നും വിചാരിക്കരുത്. ഈ മാമനോട് നിനക്ക് ദേഷ്യം തോന്നിയിട്ടൊരു കാര്യമില്ല. ഈ പോലീസ് സ്റ്റേഷൻ്റെ ഈ ഒരു ബോർഡ് എടുത്ത് മാറ്റാനാണ് CA സാറിൻ്റെ ഓർഡർ. എങ്കിൽ പിന്നെ ആ ഓർഡർ നടക്കാനായിട്ട് പോകുന്നില്ല സാറേ. ഇതിവിടെ തൊടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ദേ ആ ബോർഡ് എടുത്ത് മാറ്റിക്കണ്ടേ മറ്റുള്ള പോലീസുകാരോട് പറയണം. അവർ ഏണിയായിട്ട് വരികയാണ്. ഏണിയായിട്ട് വന്ന് പോലീസ് സ്റ്റേഷൻ്റെ ആ ബോർഡ് എടുത്ത് മാറ്റാനായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഭൂമി വന്ന് മുന്നിൽ ചാടുകയാണ്. എൻ്റെ ദേഹത്ത് തൊട്ടാൽ നിങ്ങൾ വിവരം അറിയും എന്ന് ഭൂമിയും പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.